എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും ശ്രീഹരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അച്ചു കയറി ചെല്ലണം. അപ്പൊ അച്ചു ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓട്ടോറിക്ഷ കത്തിച്ച് ഋതുവാന്നുള്ള കാര്യം. പിന്നീട് അച്ഛൻ കൂടെ പാഞ്ഞു കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മനസ്സിലിപ്പ് ഇതായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലോ. എന്തിനാ എന്റെ നിന്ന് മറച്ചു വെച്ചേ? എന്നാലും നിങ്ങൾ ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയണ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടായെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലേ പറഞ്ഞു, അച്ചു ഞാൻ എന്താ പറയാ, ഇപ്പൊ വേണ്ട വേണ്ട പല്ല് ചേച്ചി ഒന്നും മിണ്ടണ്ട. എന്നാലും എന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. സേതുവിനും പല്ലവിക്കും ഒക്കെ മനസ്സിലായി കളി പാളി എന്നുള്ള കാര്യം. കാരണം അച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേ. ശ്രീഹരിയോട് നൈസായിട്ട് മാറ്റിക്കൊണ്ടുപോയി വിളിച്ചു പറഞ്ഞത്. പക്ഷെ അത് ആകെപ്പാടെ അബദ്ധമായിട്ടിരിക്കുന്നു. അച്ഛൻ നേരെ ഋതുവിന്റെ റൂമിലേക്ക് എല്ലുവാണ്. പിന്നെ ഋതുവിനെ അവിടെ നിങ്ങൾ വലിച്ചിറക്കി. എന്താ അച്ഛൻ നീ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് പൂർണ്ണിമാനെ ചെന്ന് വിളിക്കുകയാണ്. അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് അങ്ങനെ പൂർണ്ണിമാമ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ചെന്ന് ഇറങ്ങി വന്നപ്പോ ചോദിച്ചു, എന്താ അച്ചു നീ എന്തിനാ എന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടോന്നേ? കാര്യം എന്താന്ന് എന്ന് പറയണം. അതെ, ഓട്ടോറിക്ഷ കത്തിച്ച് ആരാന്നല്ലേ ശ്രീഹരിയുടെ. എന്നിട്ട് അമ്മേനെ കുടുക്കിയതാരാന്നറിയാവോ? അമ്മയുടെ ഈ നിൽക്കുന്ന പുന്നാര മോള് ഋതുവാന്ന് പറയണം. നീ എന്തൊക്കെയാ അച്ചു പറയണെന്ന് ചോദിക്കാം. അതെ, ഓട്ടോറിക്ഷ കത്തിച്ച് ഇവളാന്ന് പറയണേ. ഇവളോ? അതെ, ഇവള് തന്നെയാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു, ഞാനല്ലാന്ന് പറയണോ? ഒറ്റ അടിയായിരുന്നു ആ കണ്ണു നിർത്ത. സത്യം പറയടി, നീ അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പൂർണ്ണാമയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞു, പൂർണ്ണാമ പറഞ്ഞു, എന്റെ മക്കൾ അങ്ങനെയൊന്നും അല്ല. ഋതുവോ സ്വാതിയൊന്നും അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവരങ്ങനത്തെ പെൺകുട്ടികളെ അല്ലെന്ന് പറയണം. ആണോ അല്ലയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. സത്യം റെഡി നീ അല്ലേന്ന് ചോദിക്കുക. അല്ലാന്ന് പറയണം. ഇത് കേട്ട പൂർണ്ണാമ പറഞ്ഞു, കേട്ടില്ല അവള് പറഞ്ഞ അല്ലാന്ന്. എന്താ തെളിവുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു, തെളിവോ? അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇവളിങ്ങനെ ഒരിക്കലും ചെയ്യുന്ന പ്രതീക്ഷയില്ല. എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്തത്? ഇതിനു മുമ്പ് നീ എന്റെ കല്യാണം മുടക്കാൻ നോക്കി. അന്ന് ഞാൻ സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്തു. കാരണം ആ നിഖിൽ എന്ന് പറഞ്ഞ പക്ക ഫ്രോഡായിരുന്നു. അവനുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേങ്കിൽ വീണ്ടും നീ എനിക്കിട്ട് പണി തരാൻ നോക്കിയില്ലേ? എന്നാലും നീ എന്റെ അനീതിയായിട്ട് പോലും സ്വന്തം ചേച്ചിയോട് ഇത്ര ദയ പോലും കാണിക്കാത്ത നീ ഒരു പെണ്ണാണ്ടി. പെണ്ണുവർക്കത്തിന് തന്നെ അപമാനമാന്നൊക്കെ പറയാണ്. ആ സമയത്ത് പൂർണ്ണി പറഞ്ഞു, നീ എന്തൊക്കെയാ അച്ചു പറയണേ? നീ അവളെ തല്ലുവൊക്കെ ചെയ്തു, ഞാൻ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. പക്ഷേങ്കിൽ നീ കാരണം എന്താന്ന് പറയണം. തെളിവ് സഹിതം കാരണം കാണിക്കണം. അവളെ നീ കുറ്റക്കാരിയാക്കുന്നതിന്റെ പിന്നില്. അപ്പോഴേക്കാണ് ഒരു ഫോൺ റെക്കോർഡിങ് കേൾക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ പല്ലവി ഫോണിനകത്ത് അവള് ഋതുവും ഗുണ്ടാജയനും തമ്മിലുള്ള ആ സംഭാഷണം അത് റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതങ്ങ് കേൾപ്പിച്ചുകൊണ്ട് വരുവാണ്. പിന്നീട് ഋതു പറയണത്, ഓട്ടർഷ ഞാൻ പൊന്നുമടത്തിലെ പൂർണ്ണിമയാണ് വിളിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധമാണ് എൻ്റെ മോള് നടത്തിയിരിക്കുന്നത്. അപ്പം എൻ്റെ മരുമോൻ്റെ ഓട്ടർഷ നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫോൺ വിളിക്കുന്നത്. അത് മാത്രമല്ല പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്നുള്ള ഇപ്പം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു ഒന്നുകൂടെ പോയി ഋതുവിൻ്റെ കവിളത്ത് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ഋതു ആകെപ്പാടെ നാണം കെട്ട് തൊലി ഇടിഞ്ഞ് നിൽക്കുകയാണ്. പൂർണ്ണിമയുടെ എല്ലാ ഇത് ഒറ്റയടിക്ക് തീർന്നു പോയി. പൂർണ്ണിമ പെട്ടെന്ന് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന. പൂർണ്ണിമ എന്നിട്ട് അവളുടെ കർണം അടിച്ച് ഒറ്റ എണ്ണം കൂടെ കൊടുക്കുകയാണ്. നീ എന്നെ കള്ളിയാക്കാൻ നോക്കിയില്ലേ? അത് മാത്രല്ല ഈ കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കാൻ നീ ശ്രമിച്ചില്ലേ? എന്നാലും ഇത്ര ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഋതു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഇങ്ങനെ ചെയ്തേന്നൊക്കെ ചോദിക്കണം. പിന്നീട് വീണ്ടും അടിക്കാൻ കൈ വാങ്ങിക്കുമ്പോഴത്തേനും പല്ലവി ആ കയ്യിലേക്ക് പോയി പിടിച്ചു. വേണ്ട പൂർണ്ണിമേ വേണ്ട, ഇത് തല്ലും അടിയും കൊണ്ട് കൊടുത്തിട്ടൊന്നും പ്രയോജനമില്ല. അപ്പൊ ഋതുവിന്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടു. ഋതുവിന് മനസ്സിലായ കാര്യങ്ങളൊക്കെ എന്ന് പറയണം. പൂർണ്ണിമ പറഞ്ഞു, എന്നാലും അത് ശരിയല്ലോ. ഇവൾ ഇതുപോലത്തെ വൃത്തിയായിട്ട് പരിപാടി കാണിക്കാൻ പാണ്ടായിരുന്നോ? അത് സ്വന്തം അമ്മേനെ തന്നെ ഇവള് ഒറ്റ കൊടുക്കുകയല്ലേ ചെയ്തേ എന്നൊക്കെ പറയണം. ഈ സമയം ഋതു പറഞ്ഞു, അതെ ഞാനത് പക്ഷെ അമ്മേനെ ഒറ്റ കൊടുക്കാനാ, അമ്മയെ പോലീസ് പിടിപ്പിക്കാനോ ചെയ്തല്ല. ഞാനത് ഓട്ടോറിക്ഷ കത്തിക്കുമെന്നും പറഞ്ഞില്ല, നശിപ്പിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് വെട്ടിപ്പൊളിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രീഹരിക്ക് അപകടം ഉണ്ടായെന്നും പ്രതീക്ഷിച്ചില്ല. എന്റെ കയ്യിലെ തെറ്റാ. ഇനിയിപ്പൊ അതിന് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ കുടുംബത്തിലെ സന്തോഷം പോയി കഴിഞ്ഞപ്പോ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്ത് സന്തോഷത്തോടെ ഈ കുടുംബം പോയിക്കൊണ്ടിരുന്നേ. പെട്ടെന്നൊരു ദിവസം എല്ലാം ഇല്ലാതായി തീർന്നേ. അതോ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തേ. ഇവിടെ എന്റെ വേദന ഞങ്ങളാരും മനസ്സിലാക്കുന്നില്ല. ശ്രീഹരി അച്ഛൻ നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്രമാത്രം നാണക്കേടില്ലാന്ന് അതെന്താ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തെ? എല്ലാവരും അവരുടെ ഭാവം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ ഋതു പറയണം. ഈ സമയം പൂർണ്ണം പറഞ്ഞു, അതിന് നീ ഇങ്ങനെയാണ്ടാ ചെയ്യേണ്ടിയിരുന്നേ. ഒറ്റണോടെ വെച്ച് തന്നാണ്ടല്ലോ വീണ്ടും അങ്ങ് അടിക്കാൻ ചെല്ലുവാണ്.
അത് പറഞ്ഞ് അടിച്ചങ്ങോട്ട് കൊല്ലെല്ലാരും കൂടെ കൂട്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ ഇരിക്കില്ല എന്നും പറഞ്ഞ ഋതു നേരെ അടുക്കളയിലേക്ക് പാഞ്ഞു കയറി ചെല്ലോടെ കഥ അങ്ങോട്ട് വലിച്ചടിച്ചു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, ഋതു കഥ തുറക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ തുറക്കില്ല. ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ നാണക്കേട് അപമാനം സഹിച്ചൊന്നും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. പിന്നീട് ചുറ്റും നോക്കി. അപ്പോൾ ഒരു കത്തി ഇരിക്കുന്നത് കണ്ടു. ആ കത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ മുറിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കത്തിയും എടുത്ത് പിടിച്ചു. അപ്പോഴേക്കും പുറത്തുനിന്ന് സേതുവും പല്ലവി എല്ലാവരും പറയുന്നുണ്ട് ഋതു കഥ തുറക്കാൻ. എല്ലാവരും പറഞ്ഞിട്ട് ആരും ഒന്നും ആരും ഇത്ര എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടും ഋതു കേട്ടില്ല. അവസാനം സേതു മാറു പല്ലവി എന്ന് പറഞ്ഞിട്ട് പല്ലവിനെ ഞങ്ങൾ മാറ്റി എടുത്തിട്ട് കഥക് ചവിട്ടി പൊളിക്കുകയാണ്. അങ്ങനെ ചവിട്ടി പൊളിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കത്തിയെടുത്ത് പിടിച്ച് കൈ മുറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഋതുവിനെ കണ്ടേ പെട്ടെന്ന് സേതു കൈ തട്ടി മാറ്റിയിട്ട് ആ കത്തിയൊക്കെ പിടിച്ചു വാങ്ങി. അവൾ കുതിര മാറാനൊക്കെ ശ്രമിച്ചു. പക്ഷെ സേതു വിട്ടില്ല. അവസാനം പൂർണ്ണിമ വന്നിട്ട് അവളുടെ കാരണം തോർത്തുനിന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം. എന്നാ നീ പോയി ചാവോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ചത്തിട്ടുണ്ട് എല്ലാ പ്രശ്നവും തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഋതു എന്ന് പറയണ. നീ എന്തിനാണ് ഇങ്ങനെ സാഹസത്തിന് മുതിർന്നതെന്ന് ചോദിക്കുക. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടി വരും. കാരണം ഈ കുടുംബത്തിൽ ഇപ്പോൾ ഒരു സ്വസ്ഥതയില്ല. കുറെ നാളായിട്ട് ഇവിടെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു സന്തോഷമായിരുന്നു ഈ കുടുംബത്തിലുണ്ടായിരുന്നേ. എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നു പോയില്ലേ. ഇനി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ ഋതു ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു, ശരി നിന്റെ ഇഷ്ടം അതാണ് നടക്കട്ടെ. പക്ഷെ കാര്യമുണ്ട്, നമ്മള് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുവാന്ന് പറയണ. ഇറങ്ങാനോ എന്ന് പെട്ടെന്ന് തല്ലു വെച്ചോ. അതെ, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. ഞാനും സ്വാതി ഋതുവും കൂടെ ഇറങ്ങുക. ഒരു പക്ഷെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കി മക്കളെയും കൂടെ എനിക്ക് നഷ്ടപ്പെടും. അതൊരു കാരണവശാലും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങാമെന്ന് പറയണം. ഇനിയിപ്പം ഞങ്ങൾ കാരണം ആർക്കും ഒരു ശല്യം ഉണ്ടാകത്തില്ല. എല്ലാവർക്കും എങ്ങനെ വെള്ളം ജീവിക്കാം, അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടും ആർക്കും ഒന്നും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം. പിന്നീട് സ്വാതിയോട് ഋതുവിനോട് പറഞ്ഞു, നീ എടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോ, ഇപ്പം തന്നെ ഇവിടെ ഇറങ്ങണമെന്ന് പറയണം. അങ്ങനെ ബാക്കി ഒരുക്കാണ്ട് അവരും കൂടെ മുറിയിലേക്ക് പോവാം. ആ സമയം സേതു പല്ലവി എടുത്ത് എന്നിട്ട് പറഞ്ഞു, അവർ പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ പരാജയമായിരിക്കും. പൊന്നുമടത്തിലെ മാധവന്റെ മോൻ സേതുമാധവന്റെ പരാജയമായിരിക്കും. അതൊരു കാരണവശാലും പാടില്ല. അവരുടെ പോക്ക് തടഞ്ഞേ തീരുവെന്ന് പറയണം. ഇത് കേട്ടൻ പല്ലവി പറഞ്ഞു, അതെങ്ങനെ പറ്റും സേതു കേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സേതു അകത്തേക്ക് കയറി പോവാണ്. ഇതൊരിക്കലും അവരാരും പ്രതീക്ഷിച്ച കാര്യമില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഡ്രസ്സ് അടങ്ങിയ ബാഗൊക്കെ ആയിട്ട് അവർ മൂന്നുപേരും കൂടെ അങ്ങോട്ട് വരുവാണ്. ഋതു സ്വാതിയും പൂർണ്ണിമയും കൂടെ. അങ്ങനെ പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുവാക്കിയോ എന്ന് പറയണം. ഞങ്ങൾ കാരണം ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവണ്ട, എല്ലാവരും നന്നായിട്ട് ജീവിച്ചാൽ മതി, ഞങ്ങളാരും നോക്കുക പോലും വേണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലേ പറഞ്ഞു, അതെ പൂർണ്ണമ്മ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം. എങ്ങോട്ട് പോയാൽ എന്താ, ഇപ്പം അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. അവിടെ ഇത്രയും നാള് ഇവിടെ മാധവേടൻ ഉണ്ടായിരുന്നപ്പോൾ മുതലേ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച വീടാ അത്. പക്ഷെ ഒരു നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അതിനും ഒരു അമ്മ തയ്യാറാവും. അതാ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയാം. എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഒരു പക്ഷേ എങ്കിൽ മൂത്തവരെടുത്തപ്പോഴുള്ള തീരുമാനമൊക്കെ അവന്മാരെടുത്തിട്ടുണ്ടെങ്കിൽ അതും നാശത്തിലേക്കേ വഴുതെളിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുവാന്ന് പറയണം. അപ്പോഴേക്കും ബേബിച്ച് വെച്ചൊരു കത്തൊക്കെയായിട്ട് വന്ന്, ആരും എങ്ങോട്ടേക്കോ ഇറങ്ങണ്ട, അല്ല വേണ്ടപ്പെട്ടവരൊക്കെ പോയെന്ന് പറയണം. ഇത് കേട്ടാൻ പല്ലവിച്ച്, വേണ്ടപ്പെട്ടവർ പോയോ? അതെ, ആർക്കും ഒരു തടസ്സമില്ല, ആർക്കും ഒരു ശല്യമാകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇവിടുന്ന് പോയെന്ന് പറയണം. പിന്നെ ആ എഴുത്ത് പല്ലവിടിയിലേക്ക് കൊടുത്തു, പ്രിയപ്പെട്ട പൂർണിമാമയ്ക്കെന്ന അത്തരം എഴുതിയേക്കുന്നത്. പിന്നീട് നേരെ പൂർണിമയിലേക്ക് കൊടുക്കുകയാണ്. പൂർണിമ അത് വായിച്ചു. പ്രിയപ്പെട്ട അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുക. ഞാൻ ഇന്നേക്കൊരു ശല്യം ആകുന്നില്ല, ഞാനിവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. ഞാൻ കാരണം അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പരാജയമായിരിക്കും അതൊരു കാരണവശാലും ഞാൻ അതിനെ അനുവദിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമടത്തിലെ മാധവമേനോൻ തോറ്റുപോകും. അതുകൊണ്ട് തോൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ്. ഇനി ഇങ്ങോട്ട് വരാതിരിക്കാണ്ട് ഞാൻ ശ്രമിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്ന അമ്മയാണ്. അമ്മേനെ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു അമ്മയുണ്ടെങ്കിൽ അതെന്നും ഈ അമ്മ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ കത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ചതിന് പൂർണ്ണിമയുടെ കണ്ണ് നിറഞ്ഞു. പിന്നെ ഞാൻ തെരുവിൽ നിന്ന് വന്നവനല്ലേ, അതുകൊണ്ട് ഞാൻ തെരുവിയിലേക്ക് തന്നെ ഇറങ്ങണേന്ന് പറയുവാണ്. അങ്ങനെ കത്ത് അവസാനിച്ചു. ഇത് വായിച്ചു കിട്ടിയപ്പോഴത്തേന് പല്ലവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുക. പല്ലവിക്ക് ഏക ആശ്രയമായിരുന്നു സേതു. അതോടൊപ്പം തന്നെ അച്ഛനും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇടാൻ കുറേ ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. വൈകുന്നേരം തൊട്ട് വിശേഷങ്ങൾ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.